എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് നല്ല വേദനയുള്ള ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് പക്ഷേ ആ മനുഷ്യൻ വല്ലാത്ത ഭാഗ്യവാനാ. എൻ്റെ ഉപ്പാടെ മധു പറയില്ല, മനുഷ്യൻ വലിയ ഭാഗ്യവാനാ. നിങ്ങളെപ്പോലെ വലിയ ഉസ്താദ് ഒന്നും ആയിരുന്നില്ല എൻ്റെ വാപ്പ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 8 മക്കളെ കൊടുത്തു. 6 ആണും 2 പെണ്ണും. 6 ആണും 10 മക്കളുണ്ടായിരുന്നു, 2 പേരും മരണപ്പെട്ടു. ഞാനാണ് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൻ. പക്ഷെ എൻ്റെ വാപ്പാടെ ജോലി എന്തെന്നറിയോ? മേശിരി പണിക്ക് പോകുമായിരുന്നു. എൻ്റെ വാപ്പ മേശിരി പണിക്ക് പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങൾ 6 മക്കളെയും ഇൽമു പഠിക്കാൻ കൊണ്ടുവിട്ടു. 6 മക്കളും ആലിമീങ്ങളെ. ഇന്ന് 6 പള്ളിയിലെ ഖത്തീബന്മാരാ. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവിടാൻ അവസാനത്തെ മകനാ എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ എൻ്റെ ഉപ്പാനെ കളിയാക്കി. മക്കളെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, ചെലവിന് കൂടെ കൊടുക്കണം. അന്ന് യത്തീംഖാനെ കൊണ്ടിടുന്നത് പോലെ, വീട്ടിൽ ഭക്ഷണം കൊടുക്കാനില്ലാതെ വരുമ്പോൾ യത്തീംഖാനെ കൊണ്ടിടുന്നത് പോലെ. എന്നാൽ പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ജനാസ ഞങ്ങൾ 6 മക്കളിങ്ങനെ ചുമന്നുകൊണ്ട് പോയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മക്കളെ ഉണ്ടാക്കിയിട്ടാ ഇതുപോലെ ഉണ്ടാക്കിയിടണം. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത 6 മക്കളെയും അദ്ദേഹം ആലിമീങ്ങളാക്കിയപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ ആരെയും വിളിച്ചില്ല, ഖുർആൻ ഓതാൻ വാടകയ്ക്ക് ആരെയും വിളിച്ചില്ല, പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും ആരെയും വിളിച്ചില്ല. അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹത എൻ്റെ ഉപ്പ 6 മക്കളെയും ആലിമീങ്ങളാക്കി. പക്ഷേ എനിക്ക് ആ ഭാഗ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കുന്ന ഈ മക്കൾ, ഇവർക്ക് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അല്ലാഹു കൊടുക്കുന്ന, അള്ളാഹു ഇവർക്ക് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് നമ്മളൊക്കെ നിൽക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ മക്കളെ കാണത്തുള്ളൂ. ഈ 80 മക്കൾക്ക് ഒരു നേരത്തെ അന്നം കൊടുത്തതിൻ്റെ പേരിൽ ഈ മക്കൾ നിങ്ങളെ കൊണ്ടുപോകാൻ കാണും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.